Good morning. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചാപ്റ്റർ 2 പോളിനോമിയൽസ് ചാപ്റ്റർ 2 പോളിനോമിയൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പോളിനോമിയൽസ് എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങളത് ശരിക്കും 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് പോളിനോമിയൽസ് എന്താണെന്നുള്ളത്. 10th അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് വരുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പോളിനോമിയൽസ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ്. അതായത് കുറച്ച് ടേംസ് തമ്മിൽ നമ്മളൊരു അഡീഷനോ സബ്ട്രാക്ഷനോ വെച്ചിട്ട് എഴുതുന്ന ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ പോളിനോമിയൽ എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എപ്പോഴും പോളിനോമിയൽസിനെ നമ്മളൊരു പി ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ആ പി ഓഫ് എക്സ് അതിൽ പി എന്ന് ഉദ്ദേശിക്കുന്ന പോളിനോമിയലിന് വേണ്ടി ഒരു പേര് കൊടുക്കുന്നതാണ്. അതെപ്പോഴും പി ആവണമെന്ന് തന്നെയൊന്നുമില്ല. ചിലപ്പോൾ ക്യൂ ഓഫ് എക്സ് എന്നോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഈ അകത്ത് എഴുതുന്ന എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വേരിയബിൾ, ആ പോളിനോമിയലിൻ്റെ വേരിയബിൾ എക്സ് ആണെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 5x³ പ്ലസ് 2x² മൈനസ് 3x പ്ലസ് 4. ഇപ്പോൾ ഇതൊരു പോളിനോമിയലാണ്. ഇതിൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. കാരണം അവിടെ നമ്മൾ എന്താ പറയുക, ഓരോ ടേമിലും ഓരോ ടേം എന്ന് പറയുന്നത് ഈ 5x³ എന്ന് പറയുന്നത് ഒരു ടേമാണ്. അതായത് ഈ 5x³ ഒരു ടേമാണ്, 2x² ഒരു ടേമാണ്, മൈനസ് 3x ഒരു ടേമാണ്, 4 ഒരു ടേമാണ്. അപ്പോൾ ഇതിൽ മൊത്തം പറഞ്ഞാൽ 4 ടേംസ് ആണുള്ളത്. 4 ടേംസ് ഉണ്ട്. അതിലൊരെണ്ണം നെഗറ്റീവാണ്. മൈനസ് 3x എന്നുള്ളത് നെഗറ്റീവാണ്. ഇപ്പോൾ ടേംസ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പിന്നെ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ എക്സ് ആണ്. കാരണം എക്സിൻ്റെ അല്ലേ നമ്മൾ പവർ ഇട്ടേക്കുന്നത്. ഇനി ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്, ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. കാരണം എക്സിന് വന്നെ, അതായത് ആ വേരിയബിൾ ഇവിടെ എക്സ് ആണ്, ആ എക്സിന് വന്നെ മാക്സിമം പവർ. ഇവിടെ പവർ 3 ആണ് ഏറ്റവും മാക്സിമം വന്നേക്കുന്നത് അല്ലേ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ പവർ 2 ഉണ്ട്, ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം x⁻1 എന്നർത്ഥം. അപ്പോൾ ഇവിടെ പവർ 1 ആണ്, ഇവിടെ എക്സ് ഇല്ല. അപ്പോൾ പവർ വന്നേക്കുന്നത് മാക്സിമം 3 ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഡിഗ്രി 3 എന്ന് പറയും. അപ്പോൾ ഈ പോളിനോമിയലിൽ 4 ടേം ഉണ്ട്. അതിൻ്റെ വേരിയബിൾ എക്സ് ആണ്, അതിൻ്റെ ഡിഗ്രി 3 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോഎഫിഷ്യൻസ്. കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, 5, 2, -3, 4. ഇതിനെയൊക്കെ പറയുന്നത് കോഎഫിഷ്യൻസ് എന്നാണെന്ന് തന്നെ പറയാം. കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ആണത്. കോഎഫിഷ്യൻസ് ഓഫ് x³ എന്ന് പറയുമ്പോൾ 5 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫ്രണ്ടിൽ കിടക്കുന്നതെന്നാണ് അർത്ഥമുള്ളൂ. ഇനി ഒരു തന്നേക്കുന്ന ഒരു എക്സ്പ്രഷൻ പോളിനോമിയൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഓഫ് ടേംസ്, അതായത് ഇപ്പോൾ ഇവിടെ 4 ടേം ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അതുപോലെ 4, 5, 6 അല്ലെങ്കിൽ 2, 3 അങ്ങനെ ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അത് പോളിനോമിയൽ ആവുള്ളൂ. ഇപ്പം ഞാൻ പറയുവാണ് x⁻1 പ്ലസ് x² പ്ലസ് x³ പ്ലസ് ഇങ്ങനെ പോവാമെന്ന് വെച്ചോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു പോളിനോമിയൽ അല്ല. കാരണം നമ്പർ ഓഫ് ടേംസ് ഇതിൽ ഇൻഫിനിറ്റി ആണ്. അങ്ങനെ ഒരു നമ്പർ പറയാനില്ലല്ലോ, ഇത്ര നമ്പർ ഓഫ് ടേംസ് ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ഫിക്സഡ് ആയിരിക്കണം പോളിനോമിയൽ ആവണമെന്നുണ്ടെങ്കിൽ. ഞാൻ എഴുതാം. പോളിനോമിയൽസ് ആവണമെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഫിക്സഡ് ആയിരിക്കണം. അതായത് ഒരു നമ്പർ ആയിരിക്കണം ടേംസ് ഉള്ളത്. ഇപ്പം നമ്മൾ ഈ എക്സാമ്പിളിൽ 4 ടേമാണ് ഉള്ളത്. അതുപോലെ അടുത്തത് ആ വേരിയബിൾസിനുള്ള പവർ. ആ വേരിയബിൾസിൻ്റെ പവർ എന്ന് പറയുന്നത്, പവർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. n എന്ന് എഴുതുന്നത് നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2, 3, 4, 5 അങ്ങനെ. ആ പവർ ഏത് നമ്പർ വേണമെങ്കിലും ആകാം, പക്ഷേ അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, 5x⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോളിനോമിയൽ അല്ല. കാരണം അതിൻ്റെ പവർ 3/2 ആണ്, അത് നാച്ചുറൽ നമ്പർ അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ 5x³ പ്ലസ് 2x² പ്ലസ് 3x⁻1/2 എന്നാന്ന് വെച്ചോ. ഇതും പോളിനോമിയൽ അല്ല. കാരണം
ഇതിൻ്റെ ഇവിടെ പവർ വന്നപ്പോൾ എന്ത് പറ്റി, നാച്ചുറൽ നമ്പർ അല്ലാതെ ഒരു ഫ്രാക്ഷൻ വന്നു. ഓക്കെ, ഫ്രാക്ഷൻസ് ഒന്നും നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പോളിനോമിയൽ ആവില്ല. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ ആവാൻ ഫസ്റ്റ് കണ്ടീഷൻ നമ്പർ ഓഫ് ടേംസ് ഫൈനൈറ്റ് ആയിരിക്കണം. സെക്കൻഡ്, ആ വേരിയബിളിൻ്റെ പവർ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, അതായത് നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നമ്പർ ആയിരിക്കണം. നെഗറ്റീവ് ആവാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ 5x⁻² പ്ലസ് 2x⁻1 ഇത് പോളിനോമിയൽ അല്ല, കാരണം പവർ നെഗറ്റീവ് ആവാൻ പാടില്ല. ഇതിനെ തന്നെ 5x⁻²നെ വേറെ ഇങ്ങനെ എഴുതാൻ പറ്റും കേട്ടോ, 5/x² എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 5/x² എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 5x⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, 1/x² എന്ന് എഴുതുന്നതും x⁻² എന്ന് എഴുതുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ പവർ നെഗറ്റീവ് ഒന്നും ആകാൻ പാടില്ല. നമുക്ക് 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യണ നമ്പർ മാത്രമാണ് ആകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ കോഎഫിഷ്യൻസ് റിയൽ നമ്പേഴ്സ് ആവാം. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ വന്ന കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, കോഎഫിഷ്യൻസ് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. റിയൽ നമ്പർ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്ന കോഎഫിഷ്യൻസ് ഏതൊക്കെയായിരുന്നു, 5 2 -3 4 ഒക്കെ അല്ലായിരുന്നോ. അതിന് പകരം ഇപ്പോൾ എന്താ പറയുക, ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ √2x⁴ പ്ലസ് 5/2x⁻³ മൈനസ് 0.8x⁻² പ്ലസ് 5√2x. ഓക്കെ, ഇത് പോളിനോമിയൽ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്പർ ഓഫ് ടേംസ് എണ്ണി കഴിഞ്ഞാൽ 4 എണ്ണമാണ് ഉള്ളത്. പിന്നെ വേരിയബിൾസിൻ്റെ പവർ x⁻⁴, x⁻3, x², x⁻1. ഓക്കെ, ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ്. അതുപോലെ കോഎഫിഷ്യൻസ് എല്ലാം റിയൽ നമ്പേഴ്സും ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഡെസിമൽ വന്നെന്നോ അല്ലെങ്കിൽ √2 വന്നെന്നോ ഓർത്തൊന്നും കുഴപ്പമില്ല, അത് റിയൽ നമ്പർ ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് വരുവാണെങ്കിൽ മാത്രമാണ് ഒരു പോളിനോമിയൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ 9th നിന്ന് പഠിക്കുന്നതാണ്, ബട്ട് ഞാനിവിടെ ഒരു ഒന്നും കൂടി റിഫ്രഷ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊരു എക്സാമ്പിൾസും കൂടി ഇത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ x³ പ്ലസ് 2x² മൈനസ് 3x പ്ലസ് 1/x. ഓക്കെ, ഇത് പോളിനോമിയൽ അല്ല, കാരണം ഇതിൻ്റെ ഈ ഒരു ടേം, ഓക്കെ, ഈ ഒരു ടേമിൽ എക്സിൻ്റെ പവർ വരുന്നത് -1 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് പോളിനോമിയൽ അല്ല. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒരു കാര്യമുള്ള ഞാൻ പറഞ്ഞിരുന്നു, ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പോളിനോമിയൽ ഡിഗ്രി 3 ആണ്, മാക്സിമം വരുന്ന പവറാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം വരുന്നത് 3 ആണ്, അപ്പോൾ ഇത് ഡിഗ്രി 3 ആണ്. നമ്മൾ ഡിഗ്രി 1 ഉള്ളൊരു പോളിനോമിയൽ, അതായത് p(x) = 5x + 3. ഓക്കെ, ഇത് ഡിഗ്രി 1 ആണ്. അതിനെ പറയുന്നത് ലീനിയർ പോളിനോമിയൽ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഗ്രി = 1 ആണ്, കാരണം എക്സിൻ്റെ മാക്സിമം വരുന്ന പവർ എത്രയാണ്, 1 ആണ്. ഓക്കെ, 5x⁻1 ആണത്. അപ്പോൾ ഇത് ലീനിയർ പോളിനോമിയലാണ്. ഇനി p(x) = x² പ്ലസ് 5x പ്ലസ് 6. ഓക്കെ, ഇതിനെ പറയുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്നാണ് പറയാം. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, കാരണം അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്, എക്സിൻ്റെ മാക്സിമം പവർ വന്നേക്കുന്നത് 2 ആണ്. അപ്പോൾ അത് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ഇനി p(x) = ഓക്കെ 3x² പ്ലസ് 2x പ്ലസ് 5x³ പ്ലസ് 7. ഓക്കെ, ഇതിൽ വരുമ്പോൾ ഇതിനെ പറയുന്നത് ഇതിൻ്റെ ഡിഗ്രി 3 ആണ്. ഓക്കെ, ഇതിൻ്റെ ഡിഗ്രി 3 ആണ്. ഇതിൻ്റെ പേര് പറയുന്നത് ക്യൂബിക് പോളിനോമിയൽ എന്നാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ ആദ്യം വരുന്നതിൻ്റെ അല്ല കേട്ടോ നോക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. സാധാരണ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഏറ്റവും മാക്സിമം പവർ ആദ്യമായിട്ടാണ് എഴുതുക. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ അത് ആദ്യം തന്നിട്ടില്ല, ഇപ്പോൾ ഇത് മൂന്നാമതായിട്ടാണ് 3 കിടക്കുന്നത്. ഓക്കെ, അതിൻ്റെ പവർ നോക്കുമ്പോൾ ആ 3 ആണ് ഏറ്റവും വലിയ പവർ. അപ്പോൾ അത് ആദ്യം കിടന്നില്ല എന്ന് വെച്ച് കുഴപ്പമില്ല. ഏറ്റവും മാക്സിമം പവർ വരുന്നത് 3 ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി 3 എന്നാണ് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു പോളിനോമിയൽ നമ്മൾ സാധാരണഗതിയിൽ എഴുതാം. എപ്പോഴും ഏറ്റവും പവർ ഉള്ളത് ഏറ്റവും ആദ്യം എഴുതും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത പവർ എഴുതും, അത് കഴിഞ്ഞ് അടുത്തത്, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഏറ്റവും പവർ കുറഞ്ഞത്. ഓക്കെ, ആ ഒരു ഫോമിലാണ് സാധാരണ എഴുതുക. ഇൻ കേസ് തിരിച്ചെഴുതിയെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ അടുത്ത് ഡിഗ്രി ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നോക്കേണ്ടത് ആദ്യം കിടക്കുന്നത് ഏതാണെന്നല്ല, ഏറ്റവും മാക്സിമം പവർ ഏത് എക്സിൻ്റെ ഏത് ടേമിലാണ് ഏറ്റവും മാക്സിമം പവർ വരുന്നതെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചർ ജസ്റ്റ് ഒരു പോളിനോമിയലിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അടുത്ത ലെക്ചറിൽ നമുക്ക് സീറോസ് ഓഫ് പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത ലെക്ചറിൽ സീറോസ് ഓഫ് പോളിനോമിയൽ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്ക് തൽക്കാലം അവിടെ ക്ലോസ് ചെയ്യാം. താങ്ക് യു.